Good afternoon, sir. Yes, good afternoon. Okay, Lichu. Good afternoon, sir. Okay, Sneha. Okay, idea. Good afternoon, sir. Okay, good afternoon. ഇന്നലെ എന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. ഇന്നലെ അല്ലല്ലോ, തിങ്കളാഴ്ച അല്ലേ? ഓൺ മൺഡേ അല്ലേ? ജസീല ഓക്കെ? ഓക്കെ ലച്ചു, മൺഡേ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ടീച്ചറുടെ ക്ലാസ് തീരാനുള്ളത് കൊണ്ട് ടീച്ചർ വന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ലെറ്റ് സ്റ്റാർട്ട്. Okay, Lichu, let us start. Okay, Lichu, Laiju, Raju, Suhaila, okay, let us start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുൽഫക്ക്, ഓക്കെ, ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ രണ്ട് ടെൻസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചും പറഞ്ഞു, സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചും പറഞ്ഞു. അങ്ങനെയുള്ള രണ്ട് ടെൻസിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ഒരു ടെൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ആ ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഗതികളെ കുറിച്ച്, ഭാവിയിൽ പൂർത്തിയാക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, ആ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഫ്യൂച്ചർ. അപ്പൊ ഇതിനകത്ത് പല പല ഫ്യൂച്ചറുകൾ ഉണ്ട്. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, അതൊക്കെ അങ്ങനെ മറന്നേക്കും. തൽക്കാലം നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ആയിട്ടുള്ള സെന്റൻസ് സാധാരണഗതിയിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിലും വില്ല് അല്ലെങ്കിൽ ഷാൽ, ഐദർ വിൽ ഓർ ഷാൽ. വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാണ്ട് തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വില്ല് അല്ലെങ്കിൽ ഷാൽ എന്ന് ചിന്തിക്കുക. സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക. ആ വെർബ് ഉപയോഗിക്കുമ്പോൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ നമുക്ക് തോന്നാം. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അർത്ഥമാക്കുക? അതിനാണ് തൊട്ട് മുന്നിൽ ഒരു വില്ല് കിടക്കുന്നത്. വില്ല് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ടെൻസ്. അല്ലെങ്കിൽ ഷാൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്കെ ലൈജു വില്ലോ ഷാൽ പ്ലസ്. ഓക്കെ, അപ്പൊ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് പറയാം? സിമ്പിൾ പ്രസന്റ് എന്ന് പറയും. സിമ്പിൾ പ്രസന്റ്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ്
വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. അതും ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനെ സിമ്പിൾ പ്രസന്റ് എന്ന് പറയാം. ഓക്കെ, അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അതുപോലെയുള്ള 2-3-4 വാചകങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഞാനിപ്പോ ഒരു സബ്ജക്റ്റ് പറയുകയാണ്, ഐ വിൽ. അപ്പൊ നമുക്ക് എല്ലാം വില്ല് വെച്ച് പറയാം. ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. അല്ല, ഐ വിൽ കണ്ടിന്യൂ, ഞാൻ തുടരും. എന്ത് തുടരും? മൈ സ്റ്റഡീസ്, എന്റെ പഠനങ്ങൾ ഞാൻ തുടരും. ഐ വിൽ കണ്ടിന്യൂ മൈ സ്റ്റഡീസ്. അല്ലെങ്കിൽ എനിക്ക് പറയാം, ഐ വിൽ ടീച്ച് യു ഇംഗ്ലീഷ്, ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. നിങ്ങൾ നാളെ വരൂ, യു വിൽ കം ടുമോറോ. നിങ്ങൾ നാളെ വരൂ, യു വിൽ കം ടുമോറോ. അവൾ കാർ ഓടിക്കും, ഷീ വിൽ ഡ്രൈവ് ദ കാർ. ഷീ വിൽ ഡ്രൈവ്, പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്, ഡ്രൈവ് ദ കാർ. ഉണ്ടോ? അപ്പൊ നമുക്ക് നോക്കാൻ പറ്റും, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെയാണ്. ആ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ്, ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാലത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇന്നത്തെ രാവിലെ മുതൽ ഈ 1:37 വരെയുള്ള സമയങ്ങളിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കുക. നോക്കിക്കഴിഞ്ഞപ്പോ ഇന്ന് നിങ്ങൾ ചെയ്യാതിരുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യം നാളെ നിങ്ങൾ ചെയ്യുമെന്ന് എങ്ങനെ പറയും? ഇപ്പോ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കുളിച്ചിട്ടില്ല. അപ്പൊ പറയാം, ഐ വിൽ ടേക്ക് ബാത്ത് ടുമോറോ. ഓക്കെ, ഐ വിൽ സ്റ്റഡി വെൽ, ഞാൻ നന്നായി പഠിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് ഇന്ന് നിങ്ങൾ ചെയ്യാതിരുന്നതും സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നതും ഇന്ന് സമയക്കുറവ് മൂലം ചെയ്യാൻ വിട്ടുപോയത് വളരെ സംഗതി ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ അത് ചെയ്യും എന്നുണ്ടെങ്കിൽ അത് ബില്ല് ഉപയോഗിച്ചു പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, യെസ്. ഇനിയിപ്പോ നാളെ എന്നുള്ളത് വേണമെങ്കിൽ ഒരാഴ്ചക്ക് ശേഷം വൈകിക്കോ, കുഴപ്പമില്ല. ഇനി വേണം, ഒരു വർഷത്തിന് ശേഷം വൈകിക്കോ. ഐ വിൽ സെക്യൂർ എ ജോബ് ഇൻ ഫ്യൂച്ചർ. ഭാവിയില് ഞാനൊരു ജോലി ഉറപ്പാക്കും. അല്ല, ഐ വിൽ സെക്യൂർ എ ജോബ് ഇൻ ഫ്യൂച്ചർ. അല്ലെങ്കിൽ ഐ വിൽ ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. ഞാൻ സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രയാകും. ഓക്കെ 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 നമുക്ക് പറയാം, ഐയും വിയും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഐ ഫസ്റ്റ് പേഴ്സന്റെ പ്ലൂറലാണ്, വി ഞാൻ, ഞങ്ങൾ, ഞാൻ, ഞങ്ങൾ. ഓക്കെ, അപ്പൊ വി ഷാൽ പറയും, വി ഷാൽ ടേക്ക് ദ മാറ്റർ ഇൻ ടു ദ കോർട്ട്. ഐ ഷാൽ ഗോ. ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഐ ഷാൽ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് പിന്നീട് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഷാല്, വുഡ്, ഷുഡ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു സ്ഥാനത്തിൽ ഞാൻ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞോളാം അത് വരുമ്പോ. ഓക്കെ, മൈ സൺ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ അഞ്ജു, കറക്റ്റ് ആണ്. യെസ്. ഓക്കെ 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 ഓക്കെ, യെസ്. നിങ്ങൾ പറഞ്ഞോ. അല്ലെങ്കിൽ ഐ വിൽ ഗോ ടു മൈ സൺസ് സ്കൂൾ ടുമോറോ. നാളെ ഞാൻ എന്റെ മകന്റെ സ്കൂളിലേക്ക് പോകും. അല്ലെങ്കിൽ ഐ വിൽ ഗോ ടു മൈ ഡോട്ടേഴ്സ് സ്കൂൾ ടുമോറോ. നാളെ ഞാൻ എന്റെ മകളുടെ സ്കൂളിലേക്ക് പോകും. നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, ഐ വിൽ അറ്റൻഡ് എ കോൺഫറൻസ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ ലച്ചു, അതൊക്കെ വളരെയധികം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. രാവിലെ ഒരു കോൺഫറൻസ്, അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഓഫീസ് വർക്ക്, അങ്ങനെ അങ്ങനെ ബിസി ടു ബിസി ആയിരിക്കണം. ഒരിക്കലും എന്താ പറയാ, ഗ്യാപ്പ് ഉണ്ടാവരുത്. നമ്മളൊക്കെ കാണാൻ ആൾക്കാർ ക്യൂ നിൽക്കണം. ഓക്കെ ഓക്കെ, നിങ്ങളെ തേടി വിജയങ്ങൾക്ക് ഇത് മാത്രം കൈവിടും. ഡോണ്ട് വറി, ബി ഹാപ്പി. യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ 45 പേരുന്നുണ്ട്. ഓരോരുത്തരും ഓരോ സെന്റൻസ് ഒന്ന് പറയുകയോ എഴുതുകയോ എന്തുണ്ടെങ്കിലും ആവട്ടെ. സുഹൈല കറക്റ്റ്. ഐ വിൽ ഗോ ടു മാർക്കറ്റ് ടുമോറോ. നാളെ ഞാൻ മാർക്കറ്റിൽ പോകും. ഇന്ന് സമയക്കുറവ് പോലെ സാധനങ്ങൾ വാങ്ങാൻ പറ്റിയില്ല, നാളെ പോകും. ഐ വിൽ ഡ്രോപ്പ് മൈ സൺ ടുമോറോ. ഓക്കെ, സുൽഫത്ത് കറക്റ്റ് ഉണ്ട്. ഞാൻ എന്റെ നാളെ എന്റെ മകനെ മിനി ഐ വിൽ ഈറ്റ് മൈ മെഡിസിൻ ടുമോറോ. അപ്പൊ എന്താ നിന്ന് കഴിക്കാതിരുന്ന് ഐ വിൽ ഈറ്റ് മൈ മെഡിസിൻ ടുമോറോ. ഞാൻ നാളെ മരുന്ന് കഴിക്കും. ഐ വിൽ ലേൺ ഡ്രൈവിംഗ് സൂൺ. ഓക്കെ നവിത, ലെറ്റ് ഇറ്റ് ബി ട്രൂ. ഐ വിൽ ലേൺ ഡ്രൈവിംഗ് സൂൺ. ഞാൻ ഉടനെ തന്നെ ഡ്രൈവിംഗ് പഠിക്കും. ഐ വിൽ ടോക്ക് ടു യു ആഫ്റ്റർവേർഡ്സ്. ഓക്കെ,
കുറച്ച് സമയത്തിന് ശേഷം ഞാൻ നിങ്ങളുമായി സംസാരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ലൈവ് എക്സാമ്പിൾ. ഓക്കെ അഞ്ജു. യെസ്, ഐ വിൽ സ്റ്റാർട്ട് മൈ ഡയറ്റ് ടുമോറോ. സ്നേഹ പറയുന്നു, നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഡയറ്റ് ആരംഭിക്കുകയാണ്. ആഫ്റ്റർ മൈ സ്റ്റഡി ഐ വിൽ ഗോ എബ്രോഡ്. ഓക്കെ നന്ദന, ലെറ്റ് ഇറ്റ് ബി ട്രൂ. ഓക്കെ, I will definitely get a job as an administrator after this course. Okay, wish you all the best. I will go to marriage tomorrow. Okay, Divya. Good afternoon. Okay, good afternoon. Yes. Okay, 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 okay. Yes. I will go to college tomorrow. Okay, which is correct. I will go to college tomorrow. നാളെ ഞാൻ കോളേജിലേക്ക് ഒന്ന് പോകും. Okay. Will you ഉപയോഗിക്കുന്നു പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു. യെസ്, നമുക്കറിയാം ഇംഗ്ലീഷിൽ പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. മലയാളത്തിൽ പറയുമ്പോൾ ഷീന പറയുന്നു ഐ വിൽ ടേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, ഷാൽ ഐ മീറ്റ് യു ഓൺ 25th January. ഓക്കെ, ഐ വിൽ സ്റ്റഡി ഫോർ ദ എക്സാം ടുമോറോ. ഓക്കെ സിമി, വി വിൽ ഹാവ് എ ഡിന്നർ at 8 PM. Okay, so I will do my best for the examination. Okay, Navida, I will go to temple tomorrow. Okay, Lechu, I will attend my class tomorrow. Okay, Divya, tomorrow I will go to my father's house. Okay, Amalu, very good, very good. Correct, correct. Very good, very good. അപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. സംഗതി അപ്പൊ നമുക്ക് ഈ സംഗതി പിടികിട്ടി കാണും എന്ന് വിശ്വസിക്കാം. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് മില്ലർ ഇംഗ്ലീഷ് ഷാലർ പ്ലസ് ഓക്കെ, വെരി ഗുഡ്. ഇനി അതങ്ങോട്ട് പറഞ്ഞേക്കും. ഇനി നമ്മൾ അടുത്തൊരു അതിന്റെ ബാക്കിയുള്ള സെക്ഷൻ പറയും. ആ സെക്ഷനിൽ നമ്മൾ പറയുന്നത് ഇതിന്റെ തന്നെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ പറയുന്നു. ഐ വിൽ ബി ദയർ ഇൻ ജാനുവരി. ഓക്കെ ജസീല, വെരി ഗുഡ്. ഐ വിൽ ബി 35 in January. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, യെസ്. ഐ വിൽ, it will rain if I can understand it from the dark clouds. Okay, let's very good, very good. Yes, very good. Yes. അപ്പൊ നമുക്ക് ഇനി അടുത്തതിലോട്ട് കിടക്കുകയാണ്. അത് ഞാനിപ്പോ പറഞ്ഞ അതേ വാചകം ഉണ്ടല്ലോ, സിമ്പിൾ പ്രസന്റ് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത്, അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകമാണ്. നിങ്ങൾ ഇതുവരെ പറഞ്ഞത് ഞാനത് ചെയ്യും, ഞാനത് എടുക്കും, ഞാനത് പോകും, ഐ വിൽ ഗോ ടു മൈ ഹൗസ്. പ്രീതി കറക്റ്റ് ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളത് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കും. ഞാൻ പഠിക്കില്ല, ഞാൻ വണ്ടി ഓടിക്കില്ല, ഓടിച്ചിട്ടില്ലെന്നല്ലോ, ഓടിക്കില്ല, ഭാവിയിൽ ചെയ്യില്ല. അപ്പൊ ഭാവിയിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അത് ഓക്കെ ഓക്കെ ലെജു ലെജുരാജ് കറക്റ്റ് ആണ്. അത് നമ്മൾ എന്ത് പറയുന്നത്? ഓക്കെ നവിത കറക്റ്റ് ആണ്. യെസ്, നാളെ മുതൽ ഞാൻ എന്ത് ചെയ്യില്ല, നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കില്ല. ഐ വിൽ നോട്ട് ടേക്ക് non-veg food from tomorrow. Okay. അപ്പോ ഓക്കെ, സുൽഫത്ത് കറക്റ്റ് ആണ്. യെസ്, അത് പറ്റില്ല കേട്ടോ. യു ഷുഡ് ടോക്ക് ടു മീ. യെസ് ദിവ്യ, ഐ വിൽ നോട്ട് ഗോ ദയർ. അപ്പൊ നമുക്ക് ആ വില്ല് കഴിഞ്ഞിട്ട്, ഓക്കെ അഞ്ജു, ആ വില്ല് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ രജു, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ, ഓക്കെ സിമി, ഓക്കെ സ്നേഹ, അതെന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് സംഗതിയായിട്ട് മാറുന്നു. അമിലു ഓക്കെ, സ്നേഹം ഓക്കെ, യെസ്, ഓക്കെ 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 ഓക്കെ, ഐ വിൽ നോട്ട് ഗോ ടു സ്കൂൾ. ഓക്കെ പ്രീതി. അപ്പൊ ഒരു നോട്ട് കൂടി ചേർക്കുമ്പോ അതെന്തായിട്ട് മാറുന്നു? ഇറ്റ് ടേൺ ഇൻടു നെഗറ്റീവ്. ഐ വിൽ നോട്ട് സ്മോക്ക്, ഞാൻ പുകവലിക്കില്ല. ഐ വിൽ നോട്ട് യൂസ് ആൽക്കഹോൾ, ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല. യെസ്, ഉപയോഗിക്കാതിരുന്ന ഡു നോട്ട് അല്ലെങ്കിൽ അവരോട്. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങളൊരു വാചകം, ഒന്ന് രണ്ട് വാചകം കൂടി ഒന്ന് പറയൂ. അതായത് ബില്ല് കഴിഞ്ഞിട്ട് നോട്ട് കിട്ടും. വി വിൽ നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ. ഓക്കെ ആൽഫിയ കറക്റ്റ് ആണ്. ഈ ഓഫർ ഞങ്ങൾ സ്വീകരിക്കില്ല. വി വാണ്ട് എ ബെറ്റർ ഓഫർ. ഓക്കെ, യെസ്. ഐ വിൽ നോട്ട് കോൾ യു വെൻ ഐ അറൈവ്. ഓക്കെ, ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കില്ല. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. അതിൻ്റെ അത് സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്, മെയിൻ ക്ലോസും വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഭാവിയിൽ നിങ്ങൾ ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. അതും ഒരു തീരുമാനം തന്നെയാണ്. ചെയ്യുമെന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ചെയ്യുകയില്ല. ഐ വിൽ നോട്ട് ട്രസ്റ്റ് മൈ എനിമീസ്. ഓക്കെ, ശരിയാണ്. ഐ വിൽ നോട്ട് ഗോ എലോൺ. ഓക്കെ, ഹി വിൽ നോട്ട് ലൈക്ക് ടു ഗോ ഫോർ എ ട്രിപ്പ്. ഓക്കെ,
She won't eat meat. I will not open the door. I will not punish my child. Okay, Navida. I will not read the newspaper from tomorrow. Okay, let's you. Very good, very good. Okay, okay. Correct ആണ്. നിങ്ങൾ പറയുന്നതെല്ലാം correct ആണ്. വില്ല് കഴിഞ്ഞതിന് ശേഷം നോട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറുന്നത് ഭാവിയിൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ചുള്ള സേയിങ്സ് ആയിട്ട് അത് മാറുന്നു. I will not. Okay, 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 okay. Yes, I will not. അപ്പൊ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മളിത് പറഞ്ഞത്. സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ I will not sing a song. ഓക്കെ, സുൽഫക് കറക്റ്റ് ആണ്. I will not sing a song. ഞാനൊരു പാട്ട് പാടില്ല. I will not believe anyone. ഓക്കെ, ദിവ്യ പറയുന്നത് ഞാൻ ഒരുത്തനെയും വിശ്വസിക്കില്ല. ഓക്കെ, I will not complain to you. ഞാൻ നിങ്ങളോട് പരാതി പറയില്ല. Okay, 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 okay. Okay, സുൽഫക്, I will not read that book again. Okay, ഞാൻ ഇനി ആ ബുക്ക് ഒരിക്കലും വീണ്ടും വായിക്കില്ല. Yes, I will not read that book again. Yes. Okay, I will not use my mobile too much. Oh, okay, Vinny, very good decision. I will not eat oil food. I will not bath every day. Okay, പ്രശസ്തരൊന്നും എല്ലാ ദിവസവും കുടിക്കാറില്ല. I will not share my opinion. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പുറത്തേക്ക് പറയില്ല. ഓക്കെ, ഓക്കെ. I will not see the film മാർക്കോ. ഞാൻ ഓക്കെ, 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 ഓക്കെ. ആ സിനിമ ഞാൻ കാണില്ല. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, റെഡിയാണ് നിങ്ങൾ പറഞ്ഞതിലുള്ള എല്ലാം റെഡി. I will not slap my children. ഓക്കെ, ഓക്കെ, ഓക്കെ. ആ എസ് കളഞ്ഞ ചിൽഡ്രൻ വരെ മതി. ചൈൽഡിന്റെ പാസൻസ് ചിൽഡ്രൻ ആണ്, അപ്പൊ ചിൽഡ്രൻ വരെ മതി. ഓക്കെ, 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 ഓക്കെ. യെസ്, യെസ്, ചൈൽഡിന്റെ പാസൻസ് അല്ല, ചൈൽഡിന്റെ പ്ലൂറൽ. ഓക്കെ, ഓക്കെ. യെസ്. I will not accept this proposal. വേണ്ട ലച്ചു, good proposal will come. I will not watch the movie. Okay, I will not be angry. Thank you, Fatih. I will not be angry with others. ഒരു angry എന്ന് പറയുമ്പോൾ അത് വെർബ് ആവില്ല. Okay, I will not give mobile to my children. Okay, okay, okay. Children വായിക്കാൻ മതി. എസ് കളഞ്ഞ ദിവ്യ. Okay, okay, okay. Yes. Okay, okay. I will not meet with him. ഞാൻ അവനുമായിട്ട് കണ്ടുമുട്ടില്ല. Okay, നിഷിത. ഓക്കെ, ഓക്കെ, ഓക്കെ. വെരി ഗുഡ് ആണ് നിങ്ങൾ വളരെ ഗുഡ് ആണ്. യെസ്, ഓക്കെ, 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ തന്നെ അടുത്തൊരു മോഡലിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ വില്ല് ഉപയോഗിച്ചുള്ള പോസിറ്റീവ് ടൈപ്പ് പറഞ്ഞു, വില്ല് ഉപയോഗിച്ചുള്ള നെഗറ്റീവ് ടൈപ്പ് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ഘട്ടങ്ങളിലേക്ക് വരികയാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രോഗേറ്റീവ് ആണ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് തന്നെ നമ്മൾ ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പോ ആ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം എന്നുള്ളതാണ്. വേറെ ഒന്നും വേണ്ട. ബില്ല് അല്ലെങ്കിൽ ഷാല ഏതാണ് നമ്മൾ ഉപയോഗിക്കുക, അത് ആദ്യം പറയാം, ചോദ്യമായിട്ട് പറയാം. അതിന് നോട്ട് വേണ്ട. ബില്ല് അല്ലെങ്കിൽ ഷാല ആദ്യം പറയാം. വിൽ യു കം വിത്ത് മീ? നീ എന്റെ കൂടെ വരുമോ? വിൽ യു, നവിത സെയിം ആണല്ലോ. വിൽ യു കം വിത്ത് മീ? ഓ, ലൈജു, യു ആർ ആൾസോ. 3 പേര് ഭയങ്കര മലപ്പുറത്തമാണ്. Yes, will you come with me? Will you marry me? Okay, Raju. Okay, 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 okay. Very good, very good, very good. Give it. Okay. Yes. Will you accept me? Will I pass exam if I study hard? Definitely. Don't worry. You will pass. Will you be my friend? Okay. Will you be my friend? Okay, okay, very good. ബി വെച്ച് പറഞ്ഞു. Will it rain tomorrow? Okay. Will you believe me? Okay, I believe you, Sharanya. Okay, okay. Will you believe me? Yes. Will you complete the work? Okay, വീട്ടിലൊക്കെ പണിക്കാരൊക്കെ വരുമ്പോൾ അവരോട് ചോദിക്കാം, will you complete the work today? അല്ലെങ്കിൽ by evening? Yes. Okay, 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 okay. Will you do me a favor? Okay, okay, okay. അത് നമുക്ക് ആരുടെങ്കിലൊക്കെ പൈസ ഒക്കെ വായ്പ ചോദിക്കാൻ പോകുന്നതിന് മുമ്പ് ഉപയോഗിക്കാം. Can you do a favor for me? Will you understand me? Okay. Will you show me the way? Okay. Will they win the game? Okay, Amilu, correct. Okay, okay, okay. Will they sell the bike? Okay, okay. Shall I come with you? Okay, Millie, very good.
യെസ്. ഓക്കെ 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 ഓക്കെ. ഇനി വില്ല് വെച്ചുള്ള ചോദ്യങ്ങൾ വരട്ടെ. Will you help me? Okay, definitely. Will you give me a pen? Okay, okay. അത് വുഡ് ഉപയോഗിച്ച് കുറച്ചുകൂടി ഇതായിട്ട് പറയട്ടെ ദിവ്യ, കുഴപ്പമില്ല. Will you come with me? Okay, Saina, shall I join the class? Okay, Sulfat, shall we think right? Okay, Rohini, will you return next year? Okay, will you do this? Okay, will you it rain tomorrow? Okay, will you teach me? Okay, Jasila. Will you come with me? Will you study for the exam? Will you eat non-vegetarian? Will you buy it for me? Okay, Nandana, shall I go? എല്ലാം ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കണം, കാരണം ഇതെല്ലാം നമ്മൾ ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ട് after everybody you put a question mark also. നിങ്ങളപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് ചെയ്തേക്കാം, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടേക്കാം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. Will you pray for me? Definitely. Will you come with me? Okay, പ്രീതി കറക്റ്റ് ആണ്. Will you study well? Okay, Divya. Will you travel next summer? Okay, Nishida. Very good, very good, very good. Okay, 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 okay. Very good, very good. Yes. Shall I sing? Oh, very good. Okay, Sneha, you can sing. Will you join with me for a dinner? Okay, let you. Will she trust you? Okay, correct. Okay. അപ്പൊ ഞാൻ അടുത്തിനോട് കിടന്നോട്ടെ. വില്ല് വെച്ചുള്ള കാര്യങ്ങൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ 3 ടെൻസ് ഇതുവരെ നമ്മൾ നോക്കി, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ അമലു, ഐ വിൽ കം ടു ദ നെക്സ്റ്റ്. അപ്പൊ ഞാൻ ഇനി നിങ്ങളോട്, നമ്മൾ ഇതിനു മുമ്പ് 2-3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്ന് പറഞ്ഞത് ഡെയിലി റൊട്ടീനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കി. നോട്ട് ഡൺ, ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിനെ കുറിച്ച് പറഞ്ഞു. ജസീല, ജസീല, ജസീലയില്ലേ? യെസ്. മൈക്ക് ഓണാക്കൂ. പുറത്താണോ? ഓണാക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ ഓണാക്കുക. ഓക്കെ ഓക്കെ ജസീല, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ ഓക്കെ 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 ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓക്കെ 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 ഓക്കെ. യെസ്, എന്നാ പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. അതാ പറയാം. ലച്ചു അല്ല, ലച്ചുവിനെ വാ. ലച്ചു, വന്നോ, ഇത് തന്നെ വന്നു. ലച്ചു ഷൈജു വന്നു. ലച്ചു, ഓക്കെ. ലച്ചു ഷാജി. ഓക്കെ 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 ഓക്കെ. എല്ലാവരും ഇതിനകത്ത് വരും. ഞാനിപ്പോ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. ലച്ചു, ധൈര്യമുള്ള ആളെ നോക്കിയാണ് വിളിച്ചത്. ലച്ചു, കേക്കാം സാർ. ഒരു റിയാക്ട് കേൾക്കാം എന്നുള്ളത് ഞാൻ യെസ് സാർ എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും. ഓക്കെ ഓക്കെ. ഹൗ ആർ യു? ഫൈൻ സാർ. വെരി ഗുഡ് വെരി ഗുഡ്. വേർ ആർ യു ഫ്രം? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒരു വിഷയം പറയാം, സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ്. ഞാൻ ആ വിഷയം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു സംഗതി അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ വിഷയം ഞാൻ ലച്ചുവിനോടാണ് ചോദിക്കുന്നത്. ആദ്യം പറയുന്നത് ലച്ചുവാണ്. നമ്മള് ജീവിതത്തില് വിവാഹം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പറിച്ചു മാറ്റപ്പെടുകയാണ്. പുതിയ സാഹചര്യം, പുതിയ അവസ്ഥ, പുതിയ ജീവിത സാഹചര്യങ്ങൾ, പുതിയ മുഖങ്ങൾ, ഇവരുമായിട്ടൊക്കെ നമുക്ക് പരിചയപ്പെട്ട് ജീവിക്കുകയാണ്. ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന, കുഞ്ഞായിരിക്കുമ്പോൾ കാണുന്ന പുതിയ മുഖങ്ങൾ അന്ന് നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് അതുമായിട്ട് നമ്മൾ ഇവിടെ നമ്മൾ പുതിയ സ്ഥലത്ത്. അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്നത്, 2 രീതിയിൽ നമുക്ക് വിവാഹം കഴിക്കാം. നമുക്ക് ആരെങ്കിലും ഒരാളെ സ്നേഹിക്കാം, അയാളെ തന്നെ വിവാഹം കഴിക്കാം. അതുമല്ല എങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാര് ഒരു വിവാഹം പ്രപ്പോസൽ കൊണ്ടുവരുന്നു, അവരെ അന്വേഷിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അത് ഫൈനലാക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ രീതിയിലും. അപ്പൊ ദാറ്റ് ഈസ് മീൻസ് അറേഞ്ച്ഡ് മാരേജ്.
ഓക്കെ ജസീല, അറേഞ്ച്ഡ് മാരേജ് ലവ് മാരേജ്. ഓക്കെ, ഞാൻ പല പല വിഷയങ്ങൾ പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാനായിട്ട് എളുപ്പമുള്ള വിഷയം കൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോ ചോദ്യം ഇതാണ്, വിച്ച് വൺ യു പ്രിഫർ, അറേഞ്ച്ഡ് മാരേജ് ഓർ ലവ് മാരേജ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ. ഓക്കെ ലച്ചു, സമയം തരാം. ഓക്കെ. അപ്പൊ ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ലച്ചുവിനോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയേണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അതിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നു, അതായത് ഇന്നതാണ് നല്ലത്, അതിന് ഒരു റീസണും പറയണം. ഒന്നിൽ കൂടുതൽ പറഞ്ഞാലും കുഴപ്പമില്ല, ഒരു റീസൺ. ഓക്കെ ലച്ചു, ഷാജി, ഓക്കെ ലവ് മാരേജ് ആവാം. ലവ് മാരേജിന് ഇഷ്ടപ്പെടാനുള്ള കാരണം പറയാം. നമുക്കത് ഇംഗ്ലീഷിൽ പറയാം. ബിക്കോസ് ഐ പ്രിഫർ ലവ് മാരേജ് ബിക്കോസ് ഒരു കാരണം, ഇംഗ്ലീഷിൽ ഒരു കാരണം. ഇനി ഒന്നിൽ കൂടുതലുണ്ടോ അത് പറഞ്ഞു, രണ്ടെണ്ണം ഉണ്ടോ അത് പറഞ്ഞു, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അതുവഴി നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്ന് പറയാനായിട്ടുള്ള ഒരു എഫിഷ്യൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു വിഷയങ്ങളെല്ലാം ഉണ്ട്. ഇതാവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാകും. നമ്മൾ തുടങ്ങി വെക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒരു നല്ല സബ്ജക്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞതാണ്. അപ്പോൾ ഓരോരുത്തരും ആലോചിക്കുക, നിങ്ങൾ എന്ത് പ്രിഫർ ചെയ്യുന്നു. അപ്പൊ ചിലത് ഡിപ്ലോമാറ്റിക് ആയി തീരുമാനമെടുക്കും. രണ്ടും നല്ലതാണ്. ലവ് മാരേജ് ഈസ് ഗുഡ്, അറേഞ്ച്ഡ് മാരേജ് ഈസ് ഗുഡ്. ബോത്ത് ഹാവ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. സംഭവം ഡിപ്ലോമസിയാണ്. അപ്പോഴും ഈ രണ്ടിന്റെയും മെറിറ്റും ഡിമെറിറ്റും നോക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനം പറയണം. രണ്ടിനും മെറിറ്റും ഡിമെറിറ്റും ഉണ്ട്. ബട്ട് ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഐ സജസ്റ്റ് നിങ്ങളുടെ സജഷൻ പറയും. അപ്പൊ നിങ്ങൾ പറയുന്നതിന് പിന്നിൽ കാരണം ഉണ്ടാകണം. ഓക്കെ, ലച്ചുവായിട്ട് തുടങ്ങി വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മിനി പറയുന്നു, അടുത്ത ലച്ചു പറയുന്നു, ശരണ്യ പറയുന്നു, സുഹൈല പറയുന്നു, ദിവ്യ പറയുന്നു, പ്രീതി പറയുന്നു, ജസീല പറയുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ഓക്കെ, എല്ലാവരും 1-2 പോയിന്റ് നോക്കി വെക്കുക. ഓക്കെ ലച്ചു, നൗ യു സ്റ്റാർട്ട്. ലച്ചു, ഷാജി പറഞ്ഞോളൂ. പറയാന്നുള്ളതാണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് പറയുന്ന കപ്പാസിറ്റി ഒന്ന് വരാൻ വേണ്ടിയില്ല. എഴുതാൻ പറയുന്നത് എഴുതും. മിടുക്കികളും മിടുക്കന്മാരുമാണ്. ഓക്കെ. യെസ് പറഞ്ഞോ. റെഡി ആയിട്ട് പറഞ്ഞാൽ മതിയോ? ഒന്ന് ട്രൈ ചെയ്യുന്നു. ഓക്കെ ഗെറ്റ് റെഡി. ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ വെരി ഗുഡ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഗെറ്റ് റെഡി ആയിക്കോളൂ. പ്രീതി ഇത് പറയാൻ വേണ്ടി വിളിച്ചതല്ലേട്ടാ, വേറെ കാര്യത്തിന് വേണ്ടി വിളിച്ചാണ്. പ്രീതി യെസ്. സ്നേഹ സുജിത്ത്. ഓക്കെ പ്രീതി. ഓക്കെ കുഴപ്പമില്ല. നോ പ്രോബ്ലം. ഓക്കെ പ്രീതി. സ്നേഹ സുജിത്ത്. ഓക്കെ ശരി പ്രീതി. ഓക്കെ റെഡി. സ്നേഹ സുജിത്ത്. ഓക്കെ. ഹൗ ആർ യു സ്നേഹ? Fine, sir. വെരി ഗുഡ്. അപ്പൊ നമുക്ക് അവരൊക്കെ ആലോചിക്കട്ടെ. അവർക്ക് ആലോചിക്കാനായിട്ട് നമുക്ക് കുറച്ചു നേരം സമയം കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്നേഹനെ വെറുതെ ഒന്ന് വിളിച്ചാണ്. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? What did you take for the breakfast? സ്നേഹ Sir. ആലോചിക്കാനാ? യെസ് പറഞ്ഞോ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. വാട്ട് വാസ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലി, ചട്നി, പുട്ട്? Dosa and chutney. Okay, dosa and chutney. Very good. Okay. What is your favorite breakfast? സ്നേഹ? ഇതേ ഞാൻ സ്നേഹം തമ്മിൽ സംസാരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് മറ്റേ വിഷയം ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ് ആലോചിക്കാനുള്ള കുറച്ച് സമയം ഞങ്ങൾ തരുന്ന 5 മിനിറ്റ്. അപ്പോൾ ആ പോയിന്റുകൾ റെഡിയാക്കാം കേട്ടോ. യെസ് ഓക്കെ. സ്നേഹ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്? Chapati. What is your favorite breakfast? Chapati. Very good. Okay. Do you like coffee? Yes, sir.
Yes, sir. Which one do you prefer, tea or coffee? Tea. Tea. Oh, tea is your favorite. You are a tea person. Very good, very good, very good. Yes. Now you told me that your favorite food is chapati. Yes, sir. Your favorite breakfast is chapati. What is your favorite food? My favorite food, chicken biryani. Chicken biryani. Why did you prefer chicken biryani? Why don't you prefer beef biryani, egg biryani, fish biryani? And so many biryanis are there. You like chicken biryani. Why? Mm, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിക്കോട്ടെ, അതൊന്നും ശരിയാവണമെന്നൊന്നുമില്ല. My favorite meat, chicken. Chicken. Okay, that is why I like chicken biryani. Okay, okay, very good, very good. Yes, yes, yes. What color you like most? Um, my favorite color. ഒരു ഇഷ്ടപ്പെട്ട കളർ ഉണ്ടാവില്ലേ? ഡ്രസ്സൊക്കെ Yes, എടുക്കാൻ sir. പോകുമ്പോൾ നമ്മൾ ആ കളർ ആദ്യം നോക്കും, ഇല്ലെങ്കിൽ അടുത്തേട്ട് പോയാലുള്ളൂ. അപ്പൊ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ? Mm, ഒരെണ്ണം my പറഞ്ഞോ. favorite color is blue. ബ്ലൂ. ഓ, യുവർ ഫേവറേറ്റ് കളർ ഈസ് ബ്ലൂ. Do you remember the film that you have seen last? Do you remember the film? I don't like film. You don't like film. Okay, very good, very good. Yes, sir. ഫാത്തിമ ഷാജി. ഓക്കെ 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 ഓക്കെ. ഏതാണ് മറ്റേ ഇതല്ലേ നമ്മുടെ മാരേജ്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സ്നേഹ, നമ്മൾ തമ്മിൽ വീണ്ടും കാണും. കുറച്ച് ബ്രേക്ക് എടുത്തോളൂ. അത് കഴിഞ്ഞ ശേഷം ഓക്കെ സ്നേഹ. ഫാത്തിമ റെഡിയാണ്, സൗമ്യ റെഡിയാണ്. ഇതേപോലെ പറയട്ടെ അടുത്താണ്. ഫാത്തിമ ഈസ് റെഡി, സൗമ്യ ഈസ് റെഡി. യെസ്. ഇനി ആരാണെന്ന് വെച്ചാല് പറഞ്ഞാൽ മതി. സാറേ ഞാൻ നെക്സ്റ്റ് ഞാൻ എന്ന് പറഞ്ഞു പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ ഫാത്തിമ, ഐശ്വര്യമായിട്ട് ഫാത്തിമ തുടങ്ങി വെക്കുകയാണ്. ഫാത്തിമയുടെ ഐശ്വര്യം, നമ്മുടെ സിനിമയിൽ പറയുന്നത് ഈ ഐശ്വര്യത്തിൽ വേണം ചർച്ചകൾ നമുക്ക് ഇനി ഇവിടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ. ഫാത്തിമ ആയതുകൊണ്ട് ആ ഐശ്വര്യത്തിൽ വേണം നമുക്ക് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, വെരി ഗുഡ് നെയിം, വെരി ഗുഡ് സ്റ്റാർട്ടിങ്. ഓക്കെ ഫാത്തിമ, യു സ്റ്റാർട്ട്. Sir, I prefer arranged marriage. Why? Because I think a marriage is the bond between two families also. Yes. So arranged marriage, of course, arranged marriage assure it. Yes. But come to love marriage, sometimes it's okay, but sometimes it happens without parents' approval. Yes. So I strongly believe in family relationship. That's why I prefer arranged marriage. Yes. ഫാത്തിമ And also, ഓക്കെ പറഞ്ഞു. ഞാൻ വിളിച്ച് കഴിഞ്ഞ നീ എടുത്ത് പറഞ്ഞു. ഓക്കെ, കണ്ടിന്യൂ. I will also enjoy celebrations in marriage. Yes. So love marriage doesn't have such celebrations, and also family gatherings. That's all. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഫാത്തിമയ്ക്ക് നല്ലൊരു മനസ്സുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. വരികൾക്കിടയിൽ വായിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഫാത്തിമ, ഫാത്തിമ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പറയുന്നതിനുള്ള ശബ്ദം കേൾക്കും പറയാം. ഓക്കെ, ആ വാക്കുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് എ ബോണ്ട് ബിറ്റ്വീൻ ടു ഫാമിലീസ്. ഓക്കെ, ആ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായം പറയാം. ഇത് തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ പല അച്ഛന്റെയും അമ്മയുടെയും മക്കളല്ലേ, അപ്പൊ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. ഫാത്തിമ അത് പറഞ്ഞുകൊണ്ട് ഞാനത് പറയണ എങ്ങനെയാണെന്ന് ചിന്തിക്കണ്ട. ഓക്കെ, യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ. ഓക്കെ, ഇനി അടുത്താണ് ഫാത്തിമ കഴിഞ്ഞിട്ട് സൗമ്യല്ലേ പറയാന്ന് പറഞ്ഞു. Yes, sir, I'm ready. ഓക്കെ ഓക്കെ, സൗമ്യ പറഞ്ഞു. Sir, I think love marriage is better than arranged marriage, sir, because we can understand each other before marriage. Yes. Before marriage, we can know about the qualities and drawbacks of his character, sir. Yes. If it is okay, then we can continue. Otherwise, we can break it up. വെരി ഗുഡ്, വെരി ഗുഡ്. കല്യാണം കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കണ്ട, നേരത്തിന് ബ്രേക്ക് ചെയ്ത് വെക്കാതെ അല്ലേ? Yes. ഓക്കെ 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 ഓക്കെ, കണ്ടിന്യൂ. അത്രേ ഉള്ളൂ. That's what I think. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സൗമ്യയുടെ പോയിന്റ് ആണ് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്രേക്ക് ചെയ്യേണ്ട, കല്യാണത്തിന് മുന്നേ തന്നെ ബ്രേക്ക് ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ,
Soumya? The main point is we can understand the qualities and drawbacks of his character, sir. His or her character, sir. Yes. Okay. If it is an arranged marriage, the unknown person, that Yes. is an unknown person for us. Yes. Then Okay. how we Okay. can Continue. life is when we are living with them, how we can what will say? Adjust or tolerate? Yes, Yes. we have to adjust. If his character is not okay with us. Yes. Okay, Soumya, your review. ഞങ്ങൾ അപ്രൂവ് ചെയ്യും. നമുക്ക് ഇപ്പൊ രണ്ടുപേരും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ രണ്ടുപേരും ഓക്കെ. ഇനി സ്നേഹ അല്ലേ അടുത്ത് പറയുന്നത്? Yes, sir. ഓക്കെ, അടുത്ത റെഡി ആയിക്കോട്ടെ. നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കരുത്. ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറയും എന്നുള്ള രീതിയിൽ സ്നേഹ പറഞ്ഞിട്ട് നമുക്ക് വരാം. The success of any marriage, arranged or not, depends on the individual's commitment to communication and mutual respect. I like arranged marriage also. It like strong family support and big family support. I prefer also arranged marriage. You also support arranged marriage with the consent of the family. Okay. Because arranged marriage is not only a marriage function, it is a creation of a new relationship between two other families. Oh yes. Yes, sir. Okay. ഇപ്പോ എക്കോ ഉണ്ടോ ശരണ്യ? എക്കോ വരുന്നു എന്ന് പറഞ്ഞത് ഇപ്പൊ ഓക്കെയാണോ? ഇപ്പൊ ഓക്കെയാണ്. അപ്പൊ അത് സ്നേഹം വന്നു കഴിഞ്ഞപ്പോഴും ഒന്ന് ആയിക്കോളൂ. ഓക്കെ. വെരി ഗുഡ്. യെസ്. ഓക്കെ. മിനി. Yes, sir. പറഞ്ഞോളൂ മിനി. Okay, sir. According to me, മിനി വളരെ ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതായതുകൊണ്ട് വി എക്സ്പെക്ട് മോർ. sir, according to me, love marriage or arranged marriage is good, sir. Yes. Because marriage is a commitment with two different peoples. Yes. So, if love marriage or arranged marriage, if you get a good partner, marriage is very beautiful. Yes. And when both are equally adjustment and both are equally ready to face any problem, and life is more beautiful, you can face any problem. And without ego, two partners are without ego. That is very important. And I think marriage is a good if you get a good partner. If arranged marriage or love marriage, sometimes arranged marriage fail and sometimes love marriage also fail. So both are. വിഷയത്തോട് പറഞ്ഞോട്ടെ. Which one you prefer എന്നൊരു ചോദ്യം ലാസ്റ്റ് ഇതൊക്കെ പറഞ്ഞോ. Okay. Actually, my marriage is arranged marriage, sir. I have also some problems. So. That big question. Okay. ഞങ്ങൾക്ക് അതുകൊണ്ട് എന്താ പറയാ മിനി എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. കണ്ടിന്യൂ. വരികൾക്കിടയിൽ ഞങ്ങൾ വായിച്ചെടുത്തു അല്ലേ എല്ലാവരും? ഓക്കെ. Arranged marriage also good, but if both marriages have some problems, Okay, correct. So I'm not preferred one. Both marriages are good, sir. That's all, sir. Thank you. വെരി ഗുഡ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് മിനി പറഞ്ഞു പോയിട്ടാ. യെസ്. ഓക്കെ. മിനി, വെരി ഗുഡ്. നമ്മൾ ഉദ്ദേശിക്കേണ്ട ഇതിങ്ങനെയാണ് പറഞ്ഞില്ലേ? ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഗ്രാമറൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ആളുടെ നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതില് ആശയങ്ങളിലെ പൊരുത്തക്കേടില്ലായ്മയോ ഇതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ പറയുന്ന ഗ്രാമറൊക്കെ ഒരുപാട് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അതൊന്നും പേടിക്കണ്ട, അതൊക്കെ ശരിയാവുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പറയുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പല പ്രാവശ്യം മിസ്റ്റേക്ക് വന്നിട്ടാണല്ലോ
Jessica പറയുന്നു, I prefer arranged marriage because parents are selected by the family. In a love marriage, such a things not happen. അപ്പൊ ജസീല പുറത്തായതുകൊണ്ടാണ് ടൈപ്പ് ചെയ്ത് കാണിച്ചത്. ഓക്കെ ഓക്കെ Can I ഓക്കെ say, sir? ഓക്കെ. സുൽഫത്ത് പറഞ്ഞു. സുൽഫത്ത്. I believe love come arranged is much better. Love come arranged. Yes. Okay. Yes. Okay. Okay. If I support love marriage, I have to support the lesbian marriage and gay marriages. That's I will not agree with it. You just mean love marriage with the support of the family. Yeah. I prefer love marriage with the support of family. Yes. If I prefer the love marriage is better, then I have to support the gay couples and the lesbian couples. I will not agree with that. That's because that's the against the ethics of our nature. Okay. Yeah. So I prefer the arranged marriage. Okay. Oh, very good. Okay, Sulfat. Okay. Clear cut ആയ അഭിപ്രായങ്ങളും കൂടെ എത്തിപ്പെട്ടാണ് സുൽഫത്ത്. ഡിപ്ലോമാറ്റിക് കൂടിയാണ്. ഓക്കെ, ഡിപ്ലോമസി ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ലച്ചു ഷാജി. Yes, sir. ഓക്കെ, ലച്ചു പറയുന്നു. ലച്ചു ആണ് നമ്മൾ തുടങ്ങി വെക്കാനായിട്ട് ആദ്യം വിളിച്ചാണ്. യെസ്, പറഞ്ഞോ ലച്ചു. Arranged marriage has a global divorce. Yes. The rate of arranged marriage in India 90%. Yes. In arranged marriage, couples have average age 14 to 5 years. Yes. Love marriage, you can get to know the person is very. Yes. My marriage is love marriage. Yes. You will feel happy in my life. Yes. My love is marriage. I come very happy and still cannot feel my eyes. Yes. Sir, finish. Okay, Lechu, she told everything because of her own experience. She prefers love marriage. Okay, Lechu. Very good. പറഞ്ഞതൊക്കെ അതിന്റെ ഗ്രാമർ ഒക്കെ കറക്റ്റ് ആയിരുന്നു, ഭംഗിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി വേറൊരു ലച്ചു ഉണ്ടായിരുന്നല്ലോ. യെസ്, സുൽഫക്കെ, സുഹൽപക്. യെസ്. ഇനി അടുത്താള് ഹു ഈസ് നെക്സ്റ്റ്? ഒരു വിഷയം, നല്ല രസകരമായിട്ടൊരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് അതിനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, അതിലൊക്കെ പറയാനില്ല, ഇതിന്റെ അഭിപ്രായം പറയാനില്ലേ എന്ന് പറയും. ആരും പറയാത്ത എന്തെങ്കിലും പോയിന്റുകൾ ഉൾപ്പെടുത്തി ആർക്ക് പറയാൻ പറ്റും? ഇപ്പൊ പറഞ്ഞ ഇതൊക്കെ പോയിന്റുകളാണ്. ഇത് വരുന്നതൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്ന അപ്പോൾ നമ്മളൊരു ഡിഫറന്റ് ആവാൻ നോക്ക്. യെസ്, നിങ്ങൾ പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല. ആ പറയുന്ന കൂടെ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു തോട്ട്, ആരും കാണാത്ത ഒരു തോട്ട്. ഒരാൾ പറഞ്ഞ പോലെ ലവ് മാരേജ് വിത്ത് കൺസെന്റ് ഓഫ് ദി ബോത്ത് ഫാമിലീസ്. യെസ്, ഓക്കെ എന്ന് പറഞ്ഞ പോലെ ഒരു ഡിഫറന്റ് തോട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും തോന്നുന്നു. ഓക്കെ സുൽഫക്കെ, ഞാൻ പറയാം. ഓക്കെ. യെസ്, പറഞ്ഞോളൂ ജാവിദ. I prefer arranged marriage. Yes. I believe our parents will always do the best for their children. Yes. Sometimes it also went wrong, but in arranged marriage, our parents and siblings are there if we have any problem. But in arranged marriage, I think we don't have anybody to rely upon. Yes. Nowadays, love with arranged marriage is also common. So, I strongly recommend arranged marriage. Yes. Thank you, sir. Okay, very good. Okay. Navida, you have got a good opinion. Okay. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ പറയാൻ പറ്റുമ്പോ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ മാറും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റില്ല. അടുത്ത വിഷയം വരുമ്പോൾ നമുക്ക് അങ്ങനെ ആവാം. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളിപ്പോ ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞു, അവിടെ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, പ്ലീസ് ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്.
അവിടെ നിങ്ങളൊന്ന് പതറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. സുഹൈല, വേറെ ഒന്നുമല്ല, 2 ടൈപ്പ് വിവാഹമുണ്ട്, അറേഞ്ച്ഡ് മാരേജ് ആൻഡ് ലവ് മാരേജ്. നിങ്ങൾ ഏതിനെ അംഗീകരിക്കുന്നു? ഇതാണ് നമ്മുടെ ചോദ്യം. ഏതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം അത് ഇംഗ്ലീഷിൽ പറയുന്നു. അത്രേ ഉള്ളൂ. സുഹൈല ആലോചിച്ചോളൂ. ദിവ്യ പറഞ്ഞോളൂ. ദിവ്യ. Sir, I prefer love marriage because they can know each other before marriage. So they can understand their likes and dislikes, qualities and disqualities, and everything. So I prefer love marriage. ഓക്കെ ഓക്കെ. അപ്പൊ നേരത്തെ സൗമ്യ പറഞ്ഞ അതേ ഐഡിയയിലോട്ടാണ് ദിവ്യം പറയുന്നത്. ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ് സൗമ്യ നേരത്തെ ചോദിച്ചത്. ഏതാണ്ട് അതേ ഐഡിയ തന്നെയാണ് ദിവ്യ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഓക്കെ, ഞാനത് ഇതായിട്ട് പറയില്ല. നമ്മളെപ്പോഴും സ്നേഹിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ നല്ല വശങ്ങൾ മാത്രമല്ല പ്രകടിപ്പിക്കുകയുള്ളൂ. ഈ നമുക്ക് അയാളെ കുറിച്ച് ഫുള്ളറിയാനായിട്ട് പറ്റില്ല, അവളെ കുറിച്ച് നമുക്ക് ഫുള്ളറിയാൻ പറ്റും. എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നതിന് മുന്നിൽ നമ്മൾ എത്ര വിശ്വസിച്ച് കഴിഞ്ഞാലും ഒരു കാര്യം നമ്മൾ ആദ്യമാണ്, നമ്മൾ കാണാത്ത എത്ര പരിചയമുള്ള ആളുകൾക്ക് ആയിക്കോട്ടെ, നമ്മൾ അറിയാത്ത ഒരു മുഖം കൂടി ഉണ്ട്. അത് എപ്പോഴാണ് നമുക്ക് പുറത്തേക്ക് വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഒക്കെ കറക്റ്റ് ആയിരിക്കും നമ്മൾ പറയുമ്പോൾ. പക്ഷെ ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴാണ് ഓക്കെ 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 ദർ വിൽ നോട്ട് ബി ലൈഫ് അണ്ടർ ദ ടീയേഴ്സ് ഓഫ് പാരന്റ്സ്. ഉൾപ്പത്ത് പറയുന്നു, മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് വീഴ്ത്തി കഴിച്ചാല് അവിടെ ഒരു ലൈഫ് ഉണ്ടാവില്ല എന്നാണ് സുൽഫത്ത്. ഓക്കെ, നിങ്ങൾക്ക് ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. മിനി പറയുന്നു, സർ, ഇഫ് സംടൈംസ് ഫാമിലി മെമ്പേഴ്സ് ആർ നോട്ട് സപ്പോർട്ടിങ് സം സിറ്റുവേഷൻസ്, സോ വെൻ വി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വാട്ട് വി വിൽ ഡു? യെസ്. ഓക്കെ 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 ഓക്കെ. ഈ വിഷയം കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ വേറൊരു ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വെച്ചു. അപ്പൊ അതിൽ ഒരു കുട്ടി പറഞ്ഞ ഒരു ഇതാണ്, ഒരു കുട്ടി പറഞ്ഞു മാരേജ് അറേഞ്ച്ഡ് മാരേജ് ആണ് ബെസ്റ്റ്, കാരണം വി വിൽ ഗെറ്റ് ദി സപ്പോർട്ട് ഓഫ് ദി 2 ഫാമിലീസ്. അപ്പൊ അടുത്ത കുട്ടി പറയുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് 2 ഫാമിലി സപ്പോർട്ടുമായിട്ട് വരാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവര് കയറാൻ വരാതിരിക്കുന്നതാണ് ബെസ്റ്റ്. വന്നു കഴിയുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ വേറെ വരുന്നു. ഓക്കെ മിനി, വരാതിരുന്നു കഴിഞ്ഞാൽ അത്രയും പ്രശ്നം. അപ്പോ ഹൗ വി ഡീൽ വിത്ത് ദ തിങ്സ്. ഓക്കെ, ഇതിന്റെ എല്ലാ വശം ഞാൻ ഇതൊരു വിഷയം എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് ഓരോരുത്തരും പറയുന്നതിന് ശരിയുണ്ട്. അപ്പൊ അതിനകത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ലെറ്റ് us come to ഇപ്പൊ പറഞ്ഞവർക്ക് തന്നെ നേരത്തെ പറഞ്ഞു പോയപ്പോ വിട്ടുപോയൊരു പോയിട്ടുണ്ടെങ്കിൽ ചേർക്കണ്ട പറഞ്ഞിട്ട്. സാറേ, ഞാൻ അന്നേരത്ത് എനിക്കത് വന്നില്ല. ഒരു 2-3 പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്കൊരു പോയിന്റ് കൂടി ഓർമ്മയ്ക്ക് വന്നത് ഇത് പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ. ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? അടുത്ത ആരാ വരുന്നത്? ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? നിങ്ങൾ അങ്ങനെ മാറി നിൽക്കല മക്കളെ, കടന്നു വരൂ. ഞാൻ വരാം സർ. ഓക്കെ ഓക്കെ. നിങ്ങളത് തെറ്റിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഈ പറഞ്ഞത് തന്നെയാണ് പറയണെന്ന് വെച്ചാൽ നോ പ്രോബ്ലം. നിങ്ങൾ പറയും. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ കാണിക്കുന്ന ഒരു സത്യസന്ധയാണ്. ഒന്ന് പറഞ്ഞു നോക്കുക. കാരണം ഇതുപോലെ പറയാതെ പേടിച്ച് മാറിയുന്ന പല സന്ദർഭങ്ങളില്ല. അത് പിന്നീട് നമുക്കൊരു സ്റ്റേജിൽ കയറാനോ അല്ലെങ്കിൽ പറയാനോ ഒക്കെ നമുക്ക് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ. ധൈര്യമായിട്ട് അങ്ങനെ പറയും. ഇതൊക്കെ നിങ്ങളുടെ ഫാമിലി അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അൽഫിയ, കണ്ടി. I believe that arranged marriage is good. Yes. Other believe that arranged marriage can lead unhappiness and trouble. Yes. But partners are more understandable. There is love and bonds are grow. In my experience, arranged marriage was more precious. There is get more blessings in family. In case Yes. any issues arise in life, many peoples are with you. They give Yes. moral support for you. Then children are grow more family lovable in arranged marriage. Yes. Okay, Alfia, very good, very very good. Alfia concept കൊള്ളാം. Okay, very good, very good. Okay. If there is a true love, we can survive every difficulties. സൗമ്യ പറയുന്നു. Okay. അതുപോലെ ഗൗരി പറഞ്ഞ അഭിപ്രായം കേട്ടോ. ഓക്കെ ഓക്കെ ഗൗരി. യെസ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ അടുത്തായിട്ട് പറയുന്നതായിരുന്നു ഹു ഈസ് നെക്സ്റ്റ്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആദ്യം നേഹ പറഞ്ഞതിന് ശേഷം
മസ്കിലത്തിലോട്ട് വരാം. ഇവിടെ നേഹ പറഞ്ഞോളൂ. Sir, love പറഞ്ഞു marriage നേഹ. and arranged marriage are better Arranged because marriage. because the success of any marriage life Ah. depends on the individual couple and their family. Yes. Okay, sir. Any more? Anything? ഇനി എന്തെങ്കിലും ഉണ്ടോ സ്നേഹ? ഇല്ല. ഓക്കെ, വെരി ഗുഡ് സ്നേഹ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സ്നേഹ എത്തി. സ്നേഹയുടെ തീരുമാനമാണ് പറഞ്ഞത്. സുൽഫത്തെ അഭിപ്രായം വായിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. മസ്കിൽ. Hi, sir. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. What is your opinion about that? I think prefer you are arranged the marriage. person who can tell a true opinion about it. Okay. I prefer arranged marriage Yes. because it creates bond between two families and their culture. Yes. So there will be more blessings and love from our family and friends. Yes. But in love marriage, we lack this. But also, I'm not preferring it 100%. Yes. Because as seen a recent issue, we've seen that because of color discrimination, a girl gets suicide. Yes. It's also an arranged marriage. So I'm not getting this 100%, but also I prefer arranged marriage. Okay, very good, very good. Yes, So okay. Okay. so it's all about characters and understanding. I have heard so many people telling that it's about adjusting, and I'm not telling that it's about adjusting. I tell it's about understanding. Yes. Thank you, sir. Okay, അത് ഒരു പോയിന്റ്. ജീവിതം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കുകയല്ല, അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്. ഒരു ഡിഫറെന്റ് ആയ തോട്ടാണ് മസിഹത്ത് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അഡ്ജസ്റ്റിംഗ്, ഇറ്റ് ഈസ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല പോയിന്റ് ആണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. വെരി ഗുഡ്. ഹസ്ന. Hello, sir. Okay, Hasna പറഞ്ഞോളൂ. Hasna, what is your opinion? Both marriage, but little more arranged marriage. Yes. If you have a problem, the whole Yes. family with you. Yes. And sometimes the family is making some problems Yes. with your partner. Okay. From the same situation, the parents will not support the both love marriage and arranged marriage. Yes. Sometimes I like love marriage. Yes. Also, I hate that. Okay, okay. ഇത് രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാല് തൂക്കം കൂടുതൽ ഏതായിരിക്കും? രണ്ട് തട്ടിൽ വെച്ച് കഴിഞ്ഞാല് ആ തൂക്കി നോക്കുന്ന ഹസ്നയാണെങ്കിൽ ഹസ്നയുടെ നോട്ടത്തിന് arranged marriage. Arranged marriage. Okay, okay. അത് ലിറ്റിൽ മോർത്ത് പറഞ്ഞ നേരത്തെ വാചകം പറഞ്ഞപ്പോൾ മനസ്സിലായി. Any relationship will be cool if we talk openly as a partner. Okay, very സംസാരമാണ് ഇതിന്റെ ബേസിക്. സംസാരം നിന്ന് കഴിഞ്ഞാല് പല കാര്യങ്ങൾക്കും പ്രോബ്ലംസ് ആണ്. ഓക്കെ 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 ഓക്കെ. യെസ്, ഓക്കെ 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 ഓക്കെ. ഹസ്ന ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെടാണ് ഹസ്ന. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പറയാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആദ്യമേ വിഷയം ഇട്ടാണ്. What about Miss Maya? Okay, okay, Soumya. Yes, yes. I have arranged marriage, supported two families, husband and wife relationship mostly. Okay, Suhaina, very good, very good. Suhaina, abhiprayam പറഞ്ഞു. Okay. Yes. Suhaina. Okay, Hasna. Very good, very good. അപ്പോ ഹസ്നയുടെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എല്ലാവരും ഹസ്നയ്ക്ക് ഒരു ഐസ്ക്രീം അങ്ങോട്ട് കൊടുത്തേക്കാം. അതേപോലെ എങ്കിൽ ഒരു ഓക്കെ 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 ഓക്കെ. ഹസ്ന, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ആനിവേഴ്സറി ഹസ്ന. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും നന്മകളും നേരുന്നു. ഓക്കെ 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 ഓക്കെ. അതൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടോ.
നിങ്ങളുടെ ജീവിതത്തില് ഈ ഇപ്പൊ വന്നിട്ടുള്ള 48 പേര് എന്ന് പറഞ്ഞാൽ യു ജസ്റ്റ് കൺസിഡർ എവരിബഡി ആസ് എ ഫാമിലി മെമ്പേഴ്സ്, യുവർ ബ്രദേഴ്സ് ആൻഡ് യുവർ സിസ്റ്റേഴ്സ്. നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവില്ല, ബോൾഡ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവില്ല. അത് വളരെ നല്ല കാര്യമല്ല. യെസ്, അതായത് പ്രേമത്തിനും അപ്പുറത്ത് ഒരു സൗഹൃദം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് വളരെ അത് എല്ലാം നമുക്ക് അങ്ങനെ കിട്ടൂല ചില ആളുകളെയൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. സുഖേന ചോദിക്കുന്നു ലവ് ആണോ അറേഞ്ച്ഡ് ആണോ എന്ന്. വെരി ഗുഡ് വെരി ഗുഡ്. ചെലവ് വേണം. ഹാപ്പി ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ദിവ്യ, മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ. ഓക്കെ. ദിവ്യയുടെയും വെഡിങ് ആനിവേഴ്സറി കിട്ടുന്നത് ഹസ്ന് മാത്രമല്ല ദിവ്യയുടേക്കും. അപ്പൊ ദിവ്യ ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. 22/1/2017. ഓക്കെ ദിവ്യ, എല്ലാവിധ ആശംസകളും നേരുകയാണ് ദിവ്യക്കും. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അത് നിങ്ങൾ പറയാൻ കാണിച്ചാൽ നല്ല മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു കേട്ടോ. ഓക്കെ ഓക്കെ. ജീവിതത്തിലെ സന്തോഷങ്ങൾ വരുമ്പോൾ പറയാ, സങ്കടങ്ങൾ വരുമ്പോൾ പറയാ. ഓക്കെ, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. രണ്ടുപേരോടും കൂടെ ചെലവ് ചെയ്യുക തരണേ. അമ്മന് പറയുന്നത് അതാണ്. ഓക്കെ 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 ഓക്കെ. അഭിജിത്തും അത് തന്നെ പറയുന്നത് ഹാപ്പി ആനിവേഴ്സറി. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അല്ല രണ്ടുപേരും ചെലവിൽ നിന്ന് ഭംഗിയായിട്ട് രക്ഷപ്പെട്ടു. ഓൺലൈൻ ക്ലാസ് അല്ലാത്തൊരു ക്ലാസ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ ചെലവില്ലേ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. യെസ്, അപ്പൊ എല്ലാവർക്കും ദിവ്യ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോ ഇനി നമുക്ക് ഒരാൾക്കും കൂടി ചാൻസ് കൊടുക്കാം. ഒരു കൺക്ലൂഡിംഗ് ആയിട്ട് എല്ലാ വശങ്ങളും കൂടി ഉൾപ്പെടുത്തി പറയാൻ പറ്റിയ. ഓക്കെ ഓക്കെ. ഈ വിഷയത്തിൽ എല്ലാവർക്കും കൂടി ഒരു അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ കൺക്ലൂഡിംഗ് ആയിട്ട് പറയാൻ പറ്റിയ ഒരാൾ, ഒരു മോഡറേറ്റർ വെക്കുന്ന പോലെ ഹു ക്യാൻ സേ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ ഒരാളാരാണുള്ളത്? യെസ്, നമ്മളൊരു വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മോഡറേറ്റർ വെക്കൂലേ? നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പ്രോബ്ലംസ് there will be the support of the family, ഒരു മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ. യെസ്, ഞാൻ പറഞ്ഞോളാം. ഞാൻ മിനിയുടെ പേര് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് മിനി ഇങ്ങോട്ട് പറഞ്ഞതല്ലേ. മിനി എന്ന് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഓക്കെ മിനി, മിനി തന്നെ പറയൂ, നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. 27 ആയില്ല. ഓക്കെ, ഒരു 1-2 മിനിറ്റ് എടുത്തോളൂ. യെസ്, ഓക്കെ. ഇത് എല്ലാം ഇത്രയും നേരം എല്ലാം കേട്ടുള്ളൂ. കേട്ടിട്ട് ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം പോലെ ഒരു മോഡറേറ്റർ പറയുന്ന പോലെ എന്ത് തോന്നുന്നു മിനിക്ക്? Sir, my opinion, marriage is beautiful. If love or arranged, marriage is beautiful. When you get a good partner, sometimes love marriage also have problems and arranged marriage also have some problems. So both are equally faced. Solve the situation. So any situation, you equally stand and face any situation. So, and once more, family don't including too much family members. Yes, that is very big problem. So, relatives, the society don't include them. So we have mature people. We can take some decisions. Yes. So, when we are taking a good decision, and we can live happily together. Yes. And it's a commitment also, sir. Marriage is a commitment. That's all, sir. ഓക്കെ 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 ഓക്കെ. ലച്ചുവിടെ എഴുതി കാണിച്ചത്, സുഹൈന ഇവിടെ എഴുതി കാണിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ മാനിക്കുന്നു. ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിനോടൊപ്പം തന്നെ പറയാൻ കാണിച്ച ധൈര്യത്തിന്, അതിനാണ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് പിന്നീട് ഗുണം ചെയ്യും, ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, ആൺകുട്ടികളാരും പറഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് എനിക്കൊരു വിഷമമായിട്ട് തോന്നുന്നത്. ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ. സ്നേഹ ഓക്കെ. ലച്ചു ഓക്കെ. സുഹൈല. അപ്പൊ നമുക്ക് അടുത്ത വിഷയവുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ അരമണിക്കൂർ നമ്മൾ ഗ്രാമറൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അരമണിക്കൂർ നിങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരു ഓക്കെ ഓക്കെ.
സംസാരിക്കാനായിട്ടുള്ള ഒരു പ്രവണത വരികയും നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇതൊക്കെ ഞങ്ങൾ പണ്ട് ജോബ് സാറിന്റെ ക്ലാസ്സിലേക്ക് വെച്ച് ഞങ്ങളൊക്കെ ഇടപെടൊക്കെ പറഞ്ഞു, എനിക്ക് അതൊക്കെ തഴക്കവും പഴക്കവും വന്ന ആൾക്കാരല്ലേ, ഞാൻ ഇതൊക്കെ തകർക്കില്ലേ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഓർത്തു കഴിഞ്ഞാല് അത്രേ ഉള്ളൂ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് ഞാനിത് പറയാൻ കാരണം. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ. Bye, sir. Okay. Have a nice day. Okay.